മാവേലി നാടോ വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ പറഞ്ഞു പറഞ്ഞ് തിരുവോണ ദിവസം ഇങ്ങെത്തി. ഓണം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് മാവേലി അല്ലേ. നാട്ടിൻപുറത്തൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഓണപ്പൊട്ടൻ, പിന്നെ ഓണക്കൊടിയൊക്കെ ഉടുത്ത് ഓണസദ്യയൊക്കെ കഴിച്ച് എല്ലാവരും ഒത്ത് കളിച്ച് ചിരിച്ച് ഓണക്കളികളൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു ഓർമ്മയാണ് അല്ലേ. നമ്മൾ ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങി. ഇന്നലെ തന്നെ പൂവൊക്കെ വാങ്ങി നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ പൂക്കളം ഇട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ പൂർത്തീകരിച്ചത് ഓരോരുത്തരും വന്നു കയറിയപ്പോഴാണ് കേട്ടോ. ഇന്ന് എല്ലാത്തിൻ്റെ മെയിൻ ഞാനാണ് കേട്ടോ. പൂക്കളം ഡിസൈൻ ചെയ്തതും പൂക്കളത്തിന് എവിടെ എന്തൊക്കെ വേണമെന്നുള്ള കളർ കോമ്പിനേഷൻ തീരുമാനിച്ചതും ഒക്കെ ഞാനാണ്. ഇന്നത്തെ മെയിൻ ഷെഫും ഞാനാണ് കേട്ടോ. അതിന്റെ അഹങ്കാരവും എനിക്കിന്ന് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ പറയാണ് അതിങ്ങനെ ചെയ്യും ഇതിങ്ങനെ ചെയ്യും എന്നൊക്കെ. ആ ഹാപ്പി ഓണം വരച്ചത് ഞാനല്ല കേട്ടോ, ബാക്കിയൊക്കെ നമ്മളാണേ. ബാക്കിയുള്ള പൂവൊക്കെ വെച്ചിട്ട് നമ്മളൊരു മാലയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് ഊഞ്ഞാലിലൊക്കെ തൂക്കിയിട്ടിട്ട് പൂക്കളത്തിന്റെ ഫോട്ടോ ഒക്കെ എടുക്കാമല്ലോ. ഇന്ന് നമ്മൾ സദ്യയല്ല കേട്ടോ, ബിരിയാണിയാണേ. എൻ്റെ സ്പെഷ്യൽ ബിരിയാണിയാണ്. കാരണം സദ്യ ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളെ സമയം വേസ്റ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണേ. മാത്രമല്ല നമ്മളെല്ലാവരും ആദ്യത്തെ ഓണത്തിൻ്റെ അന്ന് സദ്യയാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ ഇന്ന് ബിരിയാണി ആക്കിയതാണേ. പിന്നെ അപ്പോഴത്തേക്കും അച്ഛൻ വന്നു. അച്ഛൻ വന്നപ്പോഴത്തേക്കും അച്ഛനോട് ഞാനിങ്ങനെ പറയാണ് കേട്ടോ, പൂവിൻ്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും, ഞാൻ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കട്ടെ എന്നുള്ളത്. ഇവരൊക്കെ എൻ്റെ ബ്ലെസ്സിങ് ആണ് കേട്ടോ. എൻ്റെ സന്തോഷത്തിന് വേണ്ടി എല്ലാവരും നിന്ന് തരും. അങ്ങനെ ഒരു ഫാമിലി കിട്ടാനും നമുക്കൊരു ഭാഗ്യം വേണേ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ പൂക്കളം. നല്ല രസമില്ലേ. നമ്മളൊരു ഗൂഗിളിൽ നോക്കിയിട്ടൊരു ഫോട്ടോ എടുത്തിട്ട് വരച്ചതാണെങ്കിലും കളർ കോമ്പിനേഷനൊക്കെ നമ്മളുടെ തന്നെയായിരുന്നു കേട്ടോ. പൂവുകളുടെ ലഭ്യതയ്ക്ക് അനുസരിച്ച് നമ്മളത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നേ. തേർഡ് ട്രിപ്പായിട്ടുള്ള ആൾക്കാരും എത്തി കേട്ടോ. ഇവരുടെ കയ്യിൽ വലിയൊരു കവർ തന്നെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഓണക്കോടിയൊക്കെ കൊണ്ടായിരുന്നു കേട്ടോ ഇവരുടെ വരവ്. ഇവരിങ്ങ് എത്തിയപ്പോഴത്തേക്കാണ് നമുക്ക് ഓണം എത്തി എന്നുള്ളൊരു ഫീൽ ഒന്നും കൂടെ വന്നത്. അവരുടെ അമ്മയെ കൈമാറുക. നിനക്കില്ല പൊന്നു, ഞങ്ങളെ വീട്ടില് പൊന്നോട്ടനല്ലേ വന്നത്. അപ്പൊ ഇത് പൊന്നോട്ടന് ഉപ്പ് നന്നായി വാങ്ങിക്കാം. ശരി എന്നാ ഞങ്ങൾ വേഗം പോയി ഫുഡ് കഴിച്ചു കേട്ടോ. പെട്ടെന്ന് തന്നെ ഡ്രസ്സ് മാറി ഫോട്ടോസൊക്കെ എടുക്കണ്ടേ. ഞാനിന്നൊരു സെറ്റ് സാരി ആയിരുന്നു കേട്ടോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബ്ലൗസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ധാവണി ബാക്കി എല്ലാവരും എടുത്ത് കണ്ടപ്പോൾ എനിക്ക് കൊതിയായി. അങ്ങനെ ചിറ്റ എനിക്കൊരു ധാവണിയുടെ ഷോളും കൊണ്ട് തന്നു കേട്ടോ. ഇനി ഞങ്ങളൊരു സ്ഥലം വരെ പോവാണ് കേട്ടോ. അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം. ബൈ.